ദാനങ്ങൾക്കായുള്ള പെഡിക്യൂർ പ്രക്രിയ നടപ്പിലാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ലക്ഷ്യങ്ങൾ. ഈ സെക്ഷന്റെ അവസാനം ഇനി പറയുന്നത് നിങ്ങൾക്ക് നേടാൻ കഴിയും. കായിക താരങ്ങൾക്കായുള്ള പെഡിക്യൂർ നടപടിക്രമം മനസ്സിലാക്കുക. പാരാഫിൻ പെഡിക്യൂർ നടപടിക്രമം വിശദീകരിക്കുക. ആവശ്യമായ ഉപകരണ സാമഗ്രികൾ: ഇടത്തരം വലിപ്പമുള്ള പാത്രം, ഓറഞ്ച് വുഡ് സ്റ്റിക്ക്, എമറി ബോർഡ്, മാഗ്നിഫയിങ് ഗ്ലാസ് അഥവാ ഭൂതക്കണ്ണാടി, ക്യൂട്ടിക്കിൾ പുഷർ, ക്യൂട്ടിക്കിൾ ക്ലിപ്പർ, നെയിൽ ബ്രഷ്. ആവശ്യമായ സാധനങ്ങൾ: ക്യൂട്ടിക്കിൾ ഓയിൽ അല്ലെങ്കിൽ ക്രീം, ക്യൂട്ടിക്കിൾ റിമൂവർ, ഹാൻഡ് ലോഷനും ക്രീമും, ടോപ്പ് കോട്ട്, പേപ്പർ ടവൽ അഥവാ കോട്ടൺ ടവൽ. പാദങ്ങളിലെ കൂടുതൽ തഴമ്പ് ഉണ്ടെങ്കിൽ ഒരു പെറ്റ് ഫയൽ അല്ലെങ്കിൽ ബഫ് ബ്ലോക്ക് അല്ലെങ്കിൽ പ്യൂമിസ്റ്റോൺ അല്ലെങ്കിൽ കാലക്സ് റിമൂവർ എന്നിവ ഉപയോഗിച്ച് അവ നീക്കം ചെയ്യുക. കായിക താരങ്ങളുടെ പാദത്തിൽ ചെറിയ മുഴകൾ, തഴമ്പ്, അറിബാര എന്നിവ ഉണ്ടാകും. നഖങ്ങളിൽ വെളുത്ത പാടുകളോ നിറവ്യത്യാസമുള്ള വരകളോ ഉണ്ടാകും. പലപ്പോഴും ചതവ്, ദ്രകിയുള്ള കുമിളകൾ തുടങ്ങി കാലുകൾ പരിക്കുകൾ സംഭവിക്കാറുണ്ട്. കനത്ത തളമ്പുകൾ ഉണ്ടെങ്കിൽ അവ കുറയ്ക്കുന്നതിനായി ആൽഫ ഹൈഡ്രോക്സി ആസിഡ് ബേസ് കാലക്സ് ചികിത്സ ഉപയോഗിക്കുക. തളമ്പുകൾ ചികിത്സിച്ചു കഴിഞ്ഞാൽ കാൽ വൃത്തിയാക്കുക. കാൽ നഖങ്ങൾ നേരെ കുറുക്കെ മുറിക്കുക. തുടർന്ന് മൃദുവായി മൂലകളിൽ ചുറ്റുക. നെയിൽ ബഫർ ഉപയോഗിച്ച് കാൽ വിരൽ നഖങ്ങളുടെ അരികുകളും മിനുസപ്പെടുത്തുക. പുറം തൊലിയുടെ കേടുപാടുകൾ ഒഴിവാക്കാൻ നഖത്തിന് താഴെ വൃത്തിയാക്കുക. ഫുഡ് ക്രീം മാസ്ക് ഉപയോഗിച്ച് കട്ടിയുള്ള ഒരു ആവരണം പ്രയോഗിക്കുക. തുടർന്ന് കുറച്ചു മിനിറ്റ് ഒരു ടവൽ കൊണ്ട് കാലുകൾ മൂടുക. പാദങ്ങൾ തിരുമുകയും താലോടുകയും ഉരസുകയും ചെയ്യുക. തടവുക. ഉപഭോക്താവിന് ഒരു പ്രത്യേക ചികിത്സ നൽകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മസാജിന് റിഫ്ലക്സോളജി ചേർക്കുക. ഇത് സമ്മർദ്ദനം കുറയ്ക്കാനും അവർക്ക് സുഖം തോന്നാനും സഹായിക്കുന്നു. കാലിലെ നനവ് ഉണക്കി വെച്ച് കെട്ടി വീണ്ടും പൊതിയുക. മുളകൾ മിനുസപ്പെടുത്താൻ 3-way ബഫർ ഉപയോഗിച്ച് നഖങ്ങൾ സ്മൂത്ത് ആക്കുക. തുടർന്ന് ഇത് നഖങ്ങൾ പോളിഷ് ചെയ്യുകയും ചെയ്യുന്നു. നഖങ്ങൾ മിനുസപ്പെടുത്താൻ 3-way ബഫർ ഉപയോഗിച്ച് തടവുക. ആവശ്യമായ ബേസ് കോട്ട്, നെയിൽ ഇനാമിൽ 2 അല്ലെങ്കിൽ 3 കോട്ട്, തുടർന്ന് ടോപ്പ് കോട്ട് എന്നിവ പുരട്ടുക. പോളിഷ് ഉണങ്ങുന്നത് വരെ ഉപഭോക്താവിനെ വിശ്രമിക്കാൻ അനുവദിക്കുക. നമുക്ക് മറ്റൊരു തരം പെഡിക്യൂറിലേക്ക് കടക്കാം, അതായത് പാരാഫിൻ പെഡിക്യൂർ. ഒരു പാരാഫിൻ പെഡിക്യൂർ പാദങ്ങളിൽ പാരാഫിൻ വാക്സ് പുരട്ടി പാദങ്ങളുടെ ചർമ്മത്തെ ഈർപ്പമുള്ളതുമാക്കുന്നു. പാദങ്ങളിൽ സ്ഥിരമായി വരണ്ട ചർമ്മമുള്ള ആളുകൾ പാരാഫിൻ പെഡിക്യൂർ പ്രയോജനപ്പെടുത്താം. മെഴുക് ഉരുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ചികിത്സയ്ക്ക് നിങ്ങളുടെ കൈകളും കാലുകളും മോൾട്ടൺ പാരാഫിൻ വാക്സ് ഉപയോഗിച്ച് മുക്കിയെടുക്കുന്നുണ്ട്. പാരാഫിൻ വാക്സ് ഉരുക്കാൻ ഒരു ഡബിൾ ബോയിലറിന്റെ മുകളിലെ 4 പൗണ്ട് പാരാഫിൻ വാക്സ് നിറയ്ക്കുക. ബോയിലറിൽ വെള്ളം നിറച്ച് കുറഞ്ഞ ചൂട്ടിൽ ബർണർ വയ്ക്കുക. വാക്സിലേക്ക് ഒരു മിനറൽ ഓയിൽ ഒഴിക്കുക. വാക്സ് പൂർണ്ണമായും ഉരുകിക്കഴിഞ്ഞാൽ തീയിൽ നിന്നും ബോയിലർ നീക്കം ചെയ്യുക. ഇനി നിങ്ങൾ ശ്രദ്ധാപൂർവം വാക്സ് എണ്ണ പുരട്ടിയ പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് ഒഴിക്കണം. വാക്സിന്റെ മുകളിൽ ചർമ്മത്തിന്റെ നേർത്ത ലെയർ വികസിക്കുന്നത് വരെ കാത്തിരിക്കുക. നിങ്ങൾ വാക്സ് പുരട്ടാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു തെർമോമീറ്റർ ഉപയോഗിച്ച് താപനില പരിശോധിക്കുക. താപനില 125 ഡിഗ്രി ഫാരൻഹീറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പാകമാണ്.
ഈ വാക്സ് പുരട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഉദ്ദേശിക്കുന്ന തൊലിയിൽ കുറച്ചു തുള്ളി ഓലിവ് എണ്ണ ഉപയോഗിച്ച് തടവുക. നിങ്ങളുടെ കയ്യോ കാലോ പൂർണ്ണമായി വാക്സിൽ മുക്കി കുറച്ചു സെക്കൻഡ് നേരം വയ്ക്കുക. വാക്സ് ഉണങ്ങാൻ അനുവദിക്കുക. അത് പൂർണ്ണമായും ഉണങ്ങിക്കഴിഞ്ഞാൽ തിളക്കം മങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ കയ്യോ കാലോ ഉണങ്ങിക്കഴിഞ്ഞാൽ മുമ്പത്തെ പോലെ ആഴത്തിൽ പോകാതെ വാക്സ് തിരികെ വയ്ക്കുക. ഇതുമൂലം ചൂടുള്ള വാക്സ് ആദ്യത്തെ വാക്സ് ലെയറുകൾ കീഴെ വരാതെ സൂക്ഷിക്കുന്നു, പൊള്ളൽ ഒഴിവാക്കുന്നു. നിങ്ങളുടെ കയ്യിലോ കാലിലോ കുറഞ്ഞത് 10 വാക്സ് പാരികൾ ഉണ്ടാകുന്നത് വരെ ഈ പ്രക്രിയ ആവർത്തിക്കുക. നിങ്ങളുടെ കയ്യോ കാലോ ഒരു വലിയ പ്ലാസ്റ്റിക് ബാഗിൽ വയ്ക്കുക. അതിനുശേഷം 15 മുതൽ 20 മിനിറ്റ് വരെ ഒരു ടവൽ ഉപയോഗിച്ച് മൂടുക. ഈ പ്രക്രിയ ഘട്ടം വാക്സ് നീക്കം ചെയ്യുക എന്നതാണ്. 15-20 മിനിറ്റിനു ശേഷം കയ്യുറയിൽ നിന്നോ തൂവാലയിൽ നിന്നോ പ്ലാസ്റ്റിക് ബാഗിൽ നിന്നോ കൈ നീക്കം ചെയ്യുക. ചർമ്മത്തിൽ നിന്നും മെഴുക് പോലെയുള്ള അവശിഷ്ടങ്ങൾ തുടച്ചു മാറ്റാൻ മൃദുവായ ടിഷ്യൂ ഉപയോഗിക്കുക. വാക്സ് നീക്കം ചെയ്യുന്നതിന് ശേഷം കൈകളോ കാലുകളോ ഉണങ്ങിയാൽ മോയിസ്ചറൈസർ പുരട്ടുക. ഇനി നമുക്ക് പാരാഫിൻ പെഡിക്യൂർ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു. ചർമ്മത്തെ കൂടുതൽ ഇലാസ്റ്റിക്, മിനുസവും മൃദുളവാവും ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും കഴിയുന്നു. അവ ചർമ്മത്തിന്റെ അഴുക്കും എണ്ണയും അണുക്കളും നീക്കം ചെയ്യുന്നു. ഇത് ചർമ്മത്തിന്റെ ഘടനയും ആരോഗ്യവും മെച്ചപ്പെടുത്തുന്നു. ഇത് മോയിസ്ചറൈസറായി പ്രവർത്തിക്കുന്നു. ഇത് വേദന ഒഴിവാക്കുകയും ചെയ്യുന്നു. ഹൈഡ്രേഷൻ നൽകുന്നതിനായും പെഡിക്യൂർ സുഖപ്പെടുത്താനുള്ള നടപടിക്രമങ്ങൾ നോക്കാം. പെഡിക്യൂർ ഉൾപ്പെടുത്തുന്നവ: നഖങ്ങൾ ആകൃതിയുള്ളതാക്കുന്നു, ക്യൂട്ടിക്കൽ ചികിത്സ, ദൃഢമായ ചർമ്മം നീക്കം ചെയ്യുന്നു, പ്രത്യേക പാദ ശുശ്രൂഷ, പാദവും കാലും തടവൽ, ഉപഭോക്താവിന് ആവശ്യപ്പെടുന്ന നെയിൽ വാർണിഷ് പുരട്ടുക. ആദ്യം ഉപഭോക്താവിന്റെ കാല് 5 മുതൽ 7 മിനിറ്റ് വരെ ചെറു ചൂടുവെള്ളത്തിൽ മുക്കി വയ്ക്കുക. നിങ്ങളുടെ കൈകൾ കഴുകുക. ഏതെങ്കിലും ബാക്ടീരിയ ബാധിച്ച തൊലിയോ പൂപ്പൻ ബാധയോ ഉണ്ടോ എന്ന് ഉപഭോക്താവിനൊപ്പം പരിശോധിക്കുക. പെഡി ആന്റിസെപ്റ്റിക് സോക്കിംഗ് ലോഷൻ ഉപയോഗിച്ച് ഉപഭോക്താവിന്റെ 2 പാദങ്ങളും മുക്കി വയ്ക്കുക. 2 കാലുകളും വൃത്തിയുള്ള തൂവാല ഉപയോഗിച്ച് ഉണക്കി അല്പനേരം വിശ്രമിക്കാൻ അനുവദിക്കുക. കാൽ വിരലുകളിൽ നിന്ന് പഴയ ഇനാമൽ നീക്കം ചെയ്യുക. ആവശ്യമെങ്കിൽ ഒരു ക്ലിപ്പർ ഉപയോഗിച്ച് നഖങ്ങൾ വെട്ടിയൊതുക്കുക. ഒരു എമറി ബോർഡ് ഉപയോഗിച്ച് നഖങ്ങളുടെ അരികെ റാഗിയൊതുക്കുക. ക്യൂട്ടിക്കൽ ക്രീം പുരട്ടി നഖങ്ങൾ തടവി കാല് തിരികെ സോക്കിങ്ങിലേക്ക് വയ്ക്കുക. ഒരു കാലസ് ഫൈലർ അല്ലെങ്കിൽ ഒരു സ്ക്രബ് അല്ലെങ്കിൽ പാദത്തിന്റെ അടിഭാഗത്ത് കട്ടിയുള്ള ചർമ്മത്തിന് ഒരു എക്സ്ഫോലിയേഷൻ ഉപയോഗിക്കുക. കാൽ ഉണക്കുക. കാൽ വിരലുകൾക്കിടയിലുള്ള ഭാഗത്തെ ശ്രദ്ധിക്കുക. രക്തയോട്ടം മെച്ചപ്പെടുത്താൻ ചൂടാക്കിയ എണ്ണ ഉപയോഗിച്ച് കാലിന് തടവുക. പപ്പായ, പേരിക്ക, നെക്ടാർ, സീ സോൾട്ട് ഉപയോഗിച്ച് പാദം എക്സ്ഫോലിയേറ്റ് ചെയ്യുക. കാലുകൾ ഒന്നൊന്നായിട്ട് തടവുക. എല്ലാ ഗ്രീസും നീക്കം ചെയ്തുവെന്ന് ഉറപ്പാക്കാൻ നെയിൽ പ്ലേറ്റ് അമർത്തി വൃത്തിയാക്കുക. മസാജിന് ശേഷം പാദങ്ങളിലും കാലുകളിലും ചൂടുള്ള നനഞ്ഞ തോർത്തുകൊണ്ട് പൊതിയുക. തോർത്ത് നീക്കം ചെയ്യുന്നതിന് മുൻപ് 5 മിനിറ്റ് വെക്കുക. ടോ സെപ്പറേഷനുകൾ, ഡിവൈഡറുകൾ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ കോട്ടൺ എന്നിവ ഉപയോഗിച്ച് കാൽ വിരലുകൾ വേർതിരിക്കുക. ഒരു നെയിൽ ഇനാമൽ നിറം തിരഞ്ഞെടുക്കുക. ബേസ് കോട്ട്, നെയിൽ എനാമൽ, ടോപ്പ് കോട്ട് എന്നിവ പ്രയോഗിക്കുക. നിങ്ങളുടെ ഉപഭോക്താവിന് അവരുടെ പാദങ്ങൾ പരിപാലിക്കാൻ ചില നുറുങ്ങുവിദ്യകൾ ഇതാ. ഉപഭോക്താവിന്
വീട്ടിൽ വെച്ച് ചെയ്യേണ്ട പരിപാലനത്തെ ആവശ്യമായ ഉപദേശം നൽകുകയും അവൻ അല്ലെങ്കിൽ അവൾ വാങ്ങാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക. ഓരോ കഴുകലിന് ശേഷം പാദങ്ങൾ ഉണക്കി സൂക്ഷിക്കാൻ അവരോട് നിർദ്ദേശിക്കുക. ഓരോ തവണ കുഴി കഴിഞ്ഞാൽ മോയ്സ്ചറൈസിംഗ് ലോഷൻ പുരട്ടുക. ഈർപ്പം ആഗിരണം ചെയ്യാൻ ഇടയ്ക്കിടെ കാലിൽ ടാൽക്കം പൗഡർ പുരട്ടാൻ ഉപഭോക്താവിനോട് ആവശ്യപ്പെടുക. ക്യൂട്ടിക്കിൾ ക്രീം ഓയിൽ ഉപയോഗിച്ച് ക്യൂട്ടിക്കിൾ തടവുക. നെയിൽ പോളിഷ് നീക്കം ചെയ്യാൻ നോൺ അസിറ്റോ റിമൂവർ മാത്രം ഉപയോഗിക്കാൻ അവരോട് ഉദ്ദേശിക്കുക. നമുക്ക് ഈ സെക്ഷന്റെ അവസാനത്തിലാണ്. മാനിക്യൂർ പെഡിക്യൂർ നടപടിക്രമങ്ങൾ നമുക്ക് പുനരാവിഷ്കരിക്കാം. റിഫ്ലക്സോളജി സമ്മർദ്ദനം കുറയ്ക്കാനും ഉപഭോക്താവിന്റെ സുഖം പകരാനും സഹായിക്കുന്നു. അത്ലറ്റ് അല്ലെങ്കിൽ സ്പോർട്സ് പെഡിക്യൂർ പാദങ്ങളിലും കാലുകളിലും തടവുകയും കായിക താരങ്ങളുടെ തളർപേരുകളെ സുഖപ്പെടുത്താനും നീണ്ട ഓട്ടത്തിന് ശേഷം ദൃഢപ്പെടുത്താനും സഹായിക്കുന്നു. പാരാഫിൻ പെഡിക്യൂർ രക്തയോട്ടം വർദ്ധിപ്പിക്കാനും ചർമ്മത്തിന്റെ ആരോഗ്യവും രൂപവും മെച്ചപ്പെടുത്താനും വേദന ഒഴിവാക്കാനും സഹായിക്കുന്നു.